നമസ്കാരം. എന്നാണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? ഇൻട്രോ എടുത്ത് ശീലമൊന്നുമില്ല, അങ്ങനെ ഇൻട്രോ ഇടാറുമില്ല വീഡിയോയ്ക്കൊന്നും. ഇന്നിപ്പോൾ ഇൻട്രോ ഇട്ടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പലരിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ യൂട്യൂബിൻ്റെ എന്തോ പുതിയ അൽഗോരിതോ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതിൻ്റെ ഭാഗമാണ്. ഒരു കാണുന്നവർ ഫസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുവാണെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും നോട്ടിഫിക്കേഷനായിട്ട് ചെല്ലും. അപ്പോൾ ഒരിക്കലും ഞാൻ ലൈക്ക് ചെയ്യുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയാറില്ല. ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാലേ ദമ്മിടാത്ത ദം ബിരിയാണി. ഇവനെന്ത് തേങ്ങയാടായി പറഞ്ഞതെന്ന് ചിന്തിക്കേണ്ട, വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തായാലും അതിൻ്റെ അഭിപ്രായം കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വിടാം. ഓക്കെ. പുന്നാര ചെങ്ങായമാർ അംഗം ഇവിടെ കൊടുത്തുട്ടാ. പൊന്നിൻ്റെ വിലയുള്ള സവാളയിട്ട് കഴുകി വാരി എടുക്കണ പൊന്നിൻ്റെ വിലയുള്ള സവാള 1.5 കിലോയുള്ളൂ. 1.5 കിലോ സവാളയ്ക്ക് 2 തക്കാളി. അതിനെ പിടിച്ച് വട്ടത്തിലും നീളത്തിലും കരുമുരാന്ന് വെട്ടി നുറുക്കി മാറ്റണ്ട. ആദ്യം തന്നെ സവാള വെട്ടി മാറ്റണം. എങ്ങോട്ടാ ഉള്ളതെന്ന് ചോദിക്കണ്ട. കുക്കറിലേക്ക് തട്ടിയിട്ട് അതിന് ശ്വാസം മുട്ടിച്ച് വേവിച്ചെടുക്കാനുള്ളതെന്ന് കുക്കറിലേക്ക് തട്ടി കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തീയിട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നവരും കാത്തിരിക്കട്ടെ. ആ സമയം കൊണ്ട് ബിരിയാണിക്ക് വറക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കറിവേപ്പിലയും കൂടെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. വിസിൽ വരുന്നു നോക്കിയിരുന്നു. ദേ വന്നട കവിയേ വിസിലുണ്ട്. ആ സമയം കൊണ്ട് ചോറിലേക്ക് ആവശ്യമായ സവാളയും പച്ചമുളകും കറുകപ്പട്ടയും ഗ്രാമ്പൂ തക്കോലവും പെരിഞ്ചീരകവും കുരുമുളകും കൂടെ കൂടി ഒരു പാത്രത്തിൽ ഷോയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തു വച്ചേക്കുന്ന സമയത്താണ് ചിക്കൻ വന്നത്. ചിക്കൻ വന്നപ്പോൾ തന്നെ ചിക്കനെ പിടിച്ചൊരു പാത്രത്തിലേക്ക് തട്ടി വെള്ളം ഒഴിച്ച് മുക്കി കൊല്ലാൻ പോവട്ടാ. വെള്ളം ഒഴിച്ച് മുക്കിക്കൊല്ലണതിന് മുമ്പായിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും തട്ടി കൊടുത്ത് കുറച്ച് വിനാഗിരി തട്ടി കൊടുത്ത് ഒരു 5 മിനിറ്റ് അവിടെ മാറ്റി വെക്കേണ്ട. 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിക്കൻ കാണുമ്പോൾ മനസ്സിലാവും ഇതെന്ത് മെത്തേഡാന്നുള്ളത്. ഇതാണ് മക്കളെ ആ മെത്തേഡിൻ്റെ ബാക്കി പത്രം എന്ന് പറയുന്നത്. നല്ല വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് കിടപ്പ് കണ്ട. ഈ സുന്ദര കുട്ടപ്പന് ഇനി നമുക്ക് പൗഡറൊക്കെ തൊടിച്ചും സെറ്റാക്കണം. അതിനിടയിൽ നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും ഒരു 5-6 അള്ളി വെളുത്തുള്ളിയും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിച്ചിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കേണ്ടിട്ട് അതെന്തിനാന്നുള്ളത് വഴിയേ പറയാം. അപ്പോൾ ആ പരിപാടി അവിടെ നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ബേസിനെടുത്ത് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു മുട്ടയും തട്ടിപ്പൊട്ടി ഒട്ടിച്ച് വയ്ക്കേണ്ടല്ലോ. എന്തിനടവുള്ള ബിരിയാണി വെക്കുമ്പോൾ മുട്ട കുത്തി ഒഴിക്കണമെന്ന് ചോദിക്കേണ്ട വഴിയേ മനസ്സിലാവും. ആ മുട്ട കുത്തി വെച്ചാൽ കാശ്മീരി ചില്ലിയും ഗരം മസാല മല്ലിപ്പൊടി പേരിനിട്ടാതി മഞ്ഞപ്പൊടി മീറ്റ് മസാല കോൺഫ്ലവർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ കൂടെ കുറച്ച് വിനാഗിരി എന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂണൊക്കെ മതി. ഇല്ലെങ്കിൽ ഒരു അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞാതിട്ടാ. അത്രയും കൂടി നമ്മുടെ കുളിച്ച് കുട്ടപ്പനായി വെളുത്ത് തുടുത്തിരിക്കുന്ന ചിക്കനിൽ തുടിക്കാനുള്ള പൗഡർ സെറ്റാക്കി എടുക്കുവാട്ടോ. പൗഡർ സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുഴമ്പും പരിവായിപ്പോയി. എന്നാലും വേണ്ടില്ല, ചിക്കനെ പിടിച്ചൊരു തട്ടും പച്ചു കൊടുത്ത് അതിനെ പിടിച്ച് ഉരുട്ടിയും മലത്തിയും മറിച്ചും അതുകൊണ്ട് കളറൊക്കെ മാറ്റി ഒന്ന് കുട്ടപ്പനാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഒരു അടുപ്പത്തേക്ക് ഒരു ചീഞ്ചട്ടി വെച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ പപ്പടം പൊരിച്ചു കോരി. തൊട്ട് പുറകത്തൊന്നും ഒന്നും നോക്കിയില്ല, കൊത്തിയരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന സവാളേനെ പിടിച്ച് തട്ടിയിട്ട് സവാളയുടെ പുറകത്ത് തന്നെ കറിവേപ്പിലയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടി ഒന്നിച്ചിട്ടുട്ടാ. ഒരുപാട് കളർ മാറുന്ന സമയം വരെ നമ്മൾ നോക്കിയെന്നില്ലാതെ ഒരുപാട് സമയം മാറുന്നവരെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ സവാളയുടെ കളർ വേറെ അണ്ടിപ്പരിപ്പിൻ്റെ കളർ കറുത്തും പോകുന്നു. എന്തും ആയിക്കോട്ടെ, ആ ഒരു പരുവത്തിൽ കോരി കൊണ്ട് നമുക്ക് ഈ പരുവത്തിലെങ്കിലും കിട്ടി. ബാക്കി വന്ന എണ്ണയിലേക്ക് അപ്പം തന്നെ ചിക്കനെ പിടിച്ചൊരു തട്ടും വെച്ച് കൊടുത്തുവിട്ടാ. എണ്ണയിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പീസ് മുങ്ങൂലാന്ന് അവൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കും വെച്ച് കൊടുത്ത് അങ്ങോട്ട് മുക്കിയിട്ടുന്ന്. അതിനിടയിൽ തന്നെ നമ്മൾ 2.5 കിലോ അരി എടുത്തിട്ടുണ്ട്. 2.5 കിലോ അരി എടുത്തിട്ട് ചെമ്പിലേക്ക് ഇട്ട് ഒരു 5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് 5 പ്രാവശ്യം കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അരി കുതിർന്ന് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് കഴുകണോട്ട് 6ാമത്തെ പ്രാവശ്യം വെള്ളത്തിലിട്ട് വെച്ചു എന്ന്. ഈ സമയം കൊണ്ടും തകൃതിയായിട്ട് അവിടെ വറകൽ നടക്കുന്നുകൊണ്ടിരിക്കട്ടെ. ചിക്കൻ വറുത്ത് തീർന്നു കഴിയുമ്പോൾ തന്നെ ഉരുളിയെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് ചിക്കൻ വറുത്ത് അതേ എണ്ണ തന്നെ കോരി വെച്ചു. അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകവും തട്ടിയിട്ടു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുവിട്ടാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്വാസം മുട്ടിച്ച് വേവിച്ചെടുത്ത ഇഞ്ചി പറഞ്ഞത് മാറിപ്പോയില്ല. നമ്മുടെ സവാളയും തക്കാളിയും കൂടി വെള്ളം വാഴ്ത്തി എടുത്ത് വെച്ചിട്ട് അടുപ്പത്തേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടിയെടുക്കുവാട്ടോ. ആ മിക്സ് ചെയ്ത് കൂട്ടിയെടുക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയ്ക്കകത്ത് കുറച്ചും കൂടെ വെള്ളമുണ്ട്. ആ എണ്ണയിലും കിടന്ന തീഞ്ഞത്തിയിലും ഒന്ന് കുറുകി കഴിയുമ്പോൾ അതിലെ വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ അംശം പറ്റി തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഉണ്ടാകുന്ന ആ പേസ്റ്റ് പിടിച്ച് അങ്ങോട്ട് തട്ടി കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കേണ്ടിട്ട് അത് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മളിതിനകത്ത് കാശ്മീരി ചില്ലിയും ചിക്കൻ മസാലയും മീറ്റ് മസാലയും അതിൻ്റെ കൂടെ തന്നെ മട്ടൻ മസാലയും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ മസാലയ്ക്കുള്ള മസാല പൗഡറുകൾ തട്ടി കൊടുത്തത്.
എന്തിനടവുള്ള മട്ടൻ മസാലയും മീറ്റ് മസാലയും എല്ലാം കൂടെ കൂടി ചിക്കൻ മസാലയും ചിക്കൻ്റെ ബിരിയാണിക്ക് ഇറങ്ങുന്നതെന്ന് ചോദിക്കേണ്ട, അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അതെല്ലാം ഒന്ന് ആ എണ്ണയിലൊന്ന് കിടന്ന് മൂത്ത് വന്നതിൻ്റെ പച്ചമണ മാറിക്കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ദമ്മ് ബിരിയാണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ദമ്മിടാത്ത ദമ്മ് ബിരിയാണി. കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നു, അത് ഒഴിക്കണ വീഡിയോ എടുക്കണമെന്ന് ഓർത്ത് കാണിക്കാൻ പറ്റിയില്ല, മറന്നും പോയി. എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാൽ പിന്നെ മിക്സിയിൽ അരച്ച് ചേർന്ന കുറച്ച് അരപ്പെടുത്ത് അതിനകത്തേക്ക് ചേർത്തു. അതിൻ്റെ പുറത്ത് തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ തട്ടിക്കൊടുത്തുട്ടാ. പുതിനയില ഇടാത്തതല്ല, പുതിനയില അന്വേഷിച്ച് നിന്നപ്പോൾ കിട്ടിയില്ലായിരുന്നു, അതുകൊണ്ട് പുതിനയില നമ്മൾ ഒഴിവാക്കി. ഈ സമയത്ത് നമ്മുടെ മല്ലിയിലയും പുതിനയും കൂടെ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുന്നു. ദമ്മിടാത്ത ദമ്മ് ബിരിയാണി കണ്ടു കഴിയുമ്പോൾ നിങ്ങളോർക്ക് ഇത് മസാല ബിരിയാണിയിലിടെ ഉള്ളി ചെങ്ങായി എന്തൂട്ടായി പറയണേന്ന് ചിന്തിക്കണ്ടാട്ടാ. ഒരു കുഴപ്പമില്ല, ഉപ്പിടാൻ മറക്കരുതട്ട. ഒരു കാരണവശാലും എണ്ണ ഒഴിക്കാൻ മറന്നാലും യാതൊരു കാരണവശാലും ഉപ്പിടാൻ മറന്നേക്കരുത്. അപ്പോൾ അങ്ങനെ അതൊന്ന് തിളച്ച് സെറ്റായി വന്നപ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചേർന്ന ചിക്കനെ പിടിച്ചാൽ ഇതിൽ ഒരു തട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. തട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുത്തി ഇളക്കി മറിക്കാൻ നിൽക്കരുത്, വളരെ നൈസായിട്ട് മറിച്ചോളണം. ഇല്ലെങ്കിൽ ചിക്കൻ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചിക്കൻ്റെ എല്ലിൻ്റെ വഴിക്കും പീസിൻ്റെ വഴിക്കും പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കപ്പലും അയ്യത്തു എന്നുള്ള അവസ്ഥയായി പോകും. ഇനി ഒരു 5 മിനിറ്റ് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. പയ്യെ ഇളക്കി കൂട്ടി എല്ലാ ഭാഗത്തും കൂടെ ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് സെറ്റാക്കി അടച്ചു മൂടി ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വച്ചൊന്ന് സെറ്റാക്കി കുറുക്കിയെടുക്കണം കേട്ടോ. ഈ അണ്ടിപ്പരിപ്പ് അരച്ച് ചേർത്തേക്കണതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് 5 മിനിറ്റ് കൂടുതൽ ഒരു കാരണവശാലും അടുപ്പത്ത് വെച്ചുകൊണ്ടിരുന്ന് നിൽക്കരുത് കേട്ടോ. 5 മിനിറ്റ് അടച്ചു മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാത്രം തുറന്ന് നോക്കിയപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി അതിനകത്ത് പരിപാടിയൊന്നുമില്ല, ഒന്ന് ഇളക്കി മറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫാക്കി അടച്ചു മൂടി മാറ്റി വയ്ക്കുകയാണ്. ആ അടച്ചു മൂടി മാറ്റി വെച്ച ഉടനെ തന്നെ അടുത്ത ബിരിയാണി ചെമ്പെടുത്ത് അടുപ്പത്തേക്ക് വെച്ച് തീയും കത്തിച്ച് കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുത്തുട്ടാ. സൺഫ്ലവർ ഓയിലാണ് വെച്ചേക്കണേ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായി വന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ നമ്മൾ പെരിഞ്ചീരകവും കറുകപ്പട്ട ഏലക്ക ഗ്രാമ്പൂ തക്കോലം എല്ലാം കൂടെ കൂടി ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. എണ്ണ ചൂടാവണതിന് മുമ്പ് ഇടണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ പുറകെ തന്നെ നമ്മൾ നമ്മുടെ കൊത്തിയരിഞ്ഞ് വെച്ചിരുന്ന സവാളയും കൂടെ തട്ടി കൊടുക്കുക കേട്ടോ. ആ ക്യാരറ്റ് എന്തിനാണ് ഉള്ളവിടെ വച്ചേക്കണത് ചോദിക്കേണ്ട, ക്യാരറ്റ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. അതുകൊണ്ട് മാത്രം അരിഞ്ഞ് വെച്ചേക്കണത് കാണിക്കുകയും പറയും ചെയ്യാതിരുന്നതാണ്. എന്തായാലും നമ്മൾ ചോറിലേക്ക് തട്ടി കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ എണ്ണയിലേക്കിട്ട് സാധനം ഒന്ന് ചൂടായി സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മൾ ഇനി ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ കൂടി ആ കിടക്കണ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു സാധനം കൂടെ ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റിനകത്ത് ചേർത്ത് കാണിച്ചു തരാൻ മറന്നു പോയതാട്ടാ, മനഃപൂർവ്വമല്ല, അറിഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതൊന്ന് ഇട്ട് ചൂടാക്കി ഒന്ന് ഇടയ്ക്ക് കൂട്ടി സെറ്റാക്കി എടുത്തതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഇനി അടുത്തത് വെള്ളം ഒഴിക്കാൻ പോകട്ടെ. നമ്മൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ഉപയോഗിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്ത് 1/2 കപ്പ് വെള്ളത്തിന് പകരം 1/2 ലിറ്റർ പാലാട്ടാണ് ചേർത്തേക്കണം. നമ്മുടെ നല്ല നാടൻ പശുവും പാല് ചേർത്താനുള്ള ഉള്ള ബിരിയാണി ഉണ്ടാക്കണം. ഇജ്ജ് എന്തുകൊണ്ട് ബെഡാറുടെ പറയണേന്ന് ചോദിക്കണ്ട, നിങ്ങളൊന്ന് പരീക്ഷ നോക്കിക്കോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഗ്യാരണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചൊന്ന് ഇളക്കി കൂട്ടി ഒന്നര മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് ആവശ്യത്തിനുള്ള ഉപ്പിടുക കേട്ടോ. ഉപ്പിടാൻ ഒരു കാരണവശാലും മറക്കരുത്. നിങ്ങൾ എണ്ണ ഒഴിക്കാൻ മറന്നാലും വേണ്ടിയില്ല, ഉപ്പിടാൻ മറന്നേക്കരുത്. അങ്ങനെ അതൊന്ന് തിളച്ച് പതഞ്ഞ് നല്ല സെറ്റായി വന്ന സമയത്തായിട്ട് ദമ്മിടാത്ത ദം ബിരിയാണിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം ഉണ്ടാക്കി സെറ്റാക്കി വച്ചേർന്ന നമ്മുടെ മസാല, ആ മസാലയ്ക്കകത്ത് നിന്ന് കുറച്ച് ഗ്രേവി കോരിയിട്ട് നമ്മുടെ വെള്ളത്തിലേക്ക് ഇട്ടിട്ടൊന്ന് നല്ല അടിപൊളിയായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് മസാല കോരിയിട്ടിട്ട് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ശരിക്കും വെട്ടി തിളപ്പിക്കണം, എന്നിട്ട് അരി ഇടാവുള്ളൂ. അങ്ങനെ വെട്ടിത്തിളച്ച വെള്ളത്തിലേക്ക് അരിയും വാരിയിട്ട് തൂത്തുറക്കി എല്ലാം കഴിഞ്ഞൊന്ന് ഇളക്കി കുത്തി മിക്സാക്കി സെറ്റാക്കി മാറ്റി വെക്കേണ്ടിട്ടാ. ഇനി അതൊന്ന് ഇളച്ച് വെള്ളം ഒന്ന് പറ്റി വരണം. വെള്ളം പറ്റി വരുമ്പോഴത്തേക്കുമാണ് അടുത്ത പരിപാടി. ഈ സമയം കൊണ്ട് നമ്മൾ നമ്മുടെ ക്യാരറ്റിനെ പിടിച്ചൊക്കെ ആ വെള്ളത്തിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുത്തിരുന്നിട്ട് ഇടാനും പറയാനൊക്കെ മറന്നുപോയതാന്ന്. എന്തായാലും മനുഷ്യാവസ്ഥയിലൂടെ ഉള്ള ചില കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം അല്ലെങ്കിൽ മറന്നു പോകണ്ടെന്ന്. അപ്പം അങ്ങനെ നമ്മുടെ ബിരിയാണി ദമ്മിടാത്ത ദം ബിരിയാണിയുടെ ഏകദേശം ഒരു 75% കാര്യങ്ങൾ ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടോ. നമ്മൾ ചെമ്പിൻ്റെ മൂടി തുറന്നു നോക്കിയപ്പോൾ ഏകദേശം അരിയും വെള്ളവും കൂടെ കൂടി ഒരേ ലെവലിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊന്നും കുറഞ്ഞു വന്ന സമയത്ത് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അലൂമിനിയം ഫോയിലും കൊണ്ട് ഇത് ഫുള്ളൊന്ന് കവർ ചെയ്യൂട്ടോ. ഇതിനകത്തുള്ള ആവി ഒരു കാരണവശാലും പുറത്തേക്ക് പോകരുത്. എങ്ങനെയൊക്കെ വിചാരിച്ചാലും നിന്നെ നമ്മൾ പുറത്ത് വിടൂലടാന്ന് പറഞ്ഞ് തന്നെ കവർ ചെയ്തോളണം. അങ്ങനെ അലൂമിനിയം ഫോയിൽ കീറിയെടുത്തിട്ട് നമ്മൾ അലൂമിനിയം ഫോയിലും കൊണ്ട് ചെമ്പൊക്കെ ഒന്ന് മൂടിക്കെട്ടി കവർ ചെയ്ത് അതിൻ്റെ മുകളിൽ മൂടിയും കയറ്റി വെച്ചിട്ട് ഇതും പോരാഞ്ഞിട്ട് നമ്മൾ ആദ്യം ബിരിയാണിക്ക് മസാല ഉണ്ടാക്കിയാണ് ഉരുളി അങ്ങനെ തന്നെ എടുത്ത് വെക്കുക. അതിൻ്റെ മുകളിലേക്കും കയറ്റി വെച്ചിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് വിട്ടാ.
ഒരു 12 മിനിറ്റ് നേരം നമ്മൾ അടുത്ത പണിയിലേക്ക് പോയിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അലൂമിനിയം ഫോയിൽ അങ്ങോട്ട് തുറക്കണ സമയത്ത് വന്ന ഒരു മണമുണ്ട് എൻ്റെ പൊന്ന് സാറേ. എന്താ പറയുക, ഒന്നും പറയാനില്ല. ഒരു കാര്യം ഞാൻ 100% കോൺഫിഡൻസോടെ പറയുന്നു, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി അങ്ങനെ തന്നെ ഒന്നിച്ച് മൊത്തത്തിൽ അങ്ങോട്ട് തട്ടിപ്പൊത്തി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ചൊമ്പങ്ങോട്ട് തട്ടിപ്പൊത്തി പൊട്ടിക്കണ രംഗാട്ടേക്കാട്ടെ. ചെറിയ മഞ്ഞ കളറിലുള്ള ദമ്മിടാത്ത ദമ്മ് ബിരിയാണി ആട്ടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഈ സാധനം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോ, ഉറപ്പായിട്ടും ഞാൻ ഗ്യാരണ്ടി പറയുന്നു, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ദമ്മിടാത്ത ദമ്മ് ബിരിയാണി. രണ്ടും രണ്ട് ടൈപ്പിൽ ദമ്മിടാനും പിടിക്കാനും സൗകര്യമില്ലാത്ത അല്ലെങ്കിൽ അതിനുള്ള സമയമില്ലാത്ത ആൾക്കാർക്ക് തീർച്ചയായും പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഗസ്റ്റിന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഫുഡായിരുന്നു. ഗസ്റ്റിൻ്റെ റിവ്യൂ നമുക്ക് കിട്ടിയതാണ്. പക്ഷേ വീഡിയോ എടുക്കുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവരൊരു വീഡിയോ ആയിട്ട് അത് ഗസ്റ്റിൻ്റെ റിവ്യൂ എടുക്കാതിരുന്നത്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. സംഗതി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.